എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ നറൂട്ടോയും സാസുകയും സാക്കുറയും അവര് 3 പേരും ചെറിയൊരു മിഷന് പോയി തിരികെ എത്തിയിരിക്കുകയാണ്. നറൂട്ടോ ഫുൾ കലിപ്പില് ഇപ്പൊ കാക്കാഷി മാസ്റ്ററോട് പറയും, ഒരുപാട് കാലങ്ങളായി ഇത്തരത്തിലുള്ള ചെറിയ മിഷൻസ് അത് മാത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു എസ് ലെവൽ മിഷൻ വേണം. അതിന് കാക്കാഷി മാസ്റ്റർ ആള് പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവിടുന്ന് കടന്നു പോവും. സാസുവിക്കാണെങ്കിൽ അത് കേട്ട് കലി കയറും. അവനും ഇപ്പൊ അവിടുന്ന് കടന്നു പോവും. അവന് പിന്നാലെ സാക്കുറയും. ഉടനെ നറൂട്ടോ പറയും, നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മിഷനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഇത് ആക്ച്വലി എസ് റാങ്കിനെ കഴിഞ്ഞും മുകളിലാണ്. കാരണം ഇതൊരു ബ്രഹ്മാണ്ഡ മിഷനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടാവും. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഒത്തിരി കാലായി കാക്കാഷി മാസ്റ്റർ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇതുവരെ കാക്കാഷി മാസ്റ്റർ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് തവണയായില്ലേ ഈ ഒരു മിഷന്റെ പിന്നാലെ നടക്കുന്നു. സോ ഇത്തവണ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. അത് കേട്ട് സാസുക പറയും, അതെ, ഈ ഒരു മിഷൻ ശരിക്കും അടിപൊളിയായിരിക്കും. ഈ ഒരു മിഷന് നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. സാക്കുറ പറയും, നമ്മൾ ഒരുപാട് കാലം അതിനുവേണ്ടി നടന്നതല്ലേ. കാക്കാഷി മാസ്റ്ററുടെ ഒരു ഫോട്ടോ പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ ഫോട്ടോയിലും അദ്ദേഹം മാസ്ക് ഇട്ട് നിൽക്കുന്ന ആ ഒരു ഫേസ് അത് മാത്രമേ കാണാനുള്ളൂ. അപ്പോഴായിരിക്കും ഏതോ ഒരുത്തൻ അവിടേക്ക് കടന്നു വരിക. നമ്മുടെ ആൾക്കാരുടെ ഡിസ്കഷൻ കേട്ട് അവൻ പറയും, ഉറപ്പായിട്ടും നിഞ്ച രജിസ്ട്രേഷൻ ഫോമില് അവന്റെ ഫോട്ടോ ഉണ്ടാവും. അവിടെ ആർക്കും മാസ്ക് ഇട്ടോ ഫേസ് കവർ ചെയ്തോ ഒന്നും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ എടുക്കും. അവൻ വീണ്ടും പറയും, ആ ഒരു രജിസ്റ്റർ അത് ടോപ്പ് സീക്രട്ട് രജിസ്റ്റർ ആണ്. അത് അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് കിട്ടാനോ അതിലുള്ള ഫോട്ടോസ് അത് കാണാനോ കഴിയില്ല. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന് തീരെ ഇഷ്ടാവില്ല. നറൂട്ടോ ചോദിക്കും, നീ ആരാണ്? ഞങ്ങൾ ഇത്രയും സീക്രട്ടായി പറഞ്ഞ കാര്യം നീ മാത്രം എങ്ങനെ കേട്ടു? അതിനവൻ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അപ്പുറത്ത് മാറിയിരുന്ന് ഒളിച്ച് കേൾക്കായിരുന്നു. നറൂട്ടോയ്ക്ക് കലി കയറും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം നീ ഒളിഞ്ഞു കേൾക്കും. നിന്നെ ഇടിച്ച് സൂപ്പാക്കുന്നു പറഞ്ഞ് നറൂട്ടോ കൈ ചുരുട്ടി അവൻ ഇടിക്കാൻ ഒരുങ്ങും. അപ്പോഴായിരിക്കും സാസുക പറയാ, അവൻ പറഞ്ഞത് കറക്റ്റാണ്. നിഞ്ച രജിസ്റ്റർ ബുക്കിൽ ഉറപ്പായിട്ടും കാക്കാഷി മാസ്റ്ററിന്റെ റിയൽ ഫോട്ടോ ഉണ്ടാവും. അത് കേട്ട് സുക്കിയ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മിഷന് ഞാനും കൂടെ കൂടിക്കോട്ടെ. അത് കണ്ടു കിട്ടുകയാണെങ്കിൽ കാക്കാഷി മാസ്റ്ററുടെ എക്സ്ക്ലൂസീവായ ഫേസ് അത് ഫോട്ടോ എടുത്ത് ഗ്രാമം മുഴുവൻ പ്രചരിപ്പിച്ച് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും ഐസ്ക്രീമും ഒക്കെ ഞാൻ ധാരാളം വാങ്ങിത്തരാം. അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി കാക്കാഷി മാസ്റ്ററിന്റെ റിയൽ ഫേസ് കാണാൻ ആളുടെ അടുത്തേക്ക് പോകും. സാക്കുറ പറയും, താഴെ കാണുന്ന ആ ഒരു ബിൽഡിംഗ്, അവിടെയാണ് ആ ഒരു നിഞ്ച ബുക്ക് ഉള്ളത്. അവൾ സുക്കിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ താഴേക്ക് വരാൻ കഴിയോ? അതിനവൻ പറയും, ഓ യെസ്, ഒരു കുഴപ്പമില്ല, ഞാൻ താഴേക്ക് വന്ന് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ അവർ 4 പേരും ഇപ്പൊ താഴേക്ക് ഇറങ്ങും. അവനാണെങ്കിൽ കമ്പിയും കോലൊക്കെ വെച്ച് ഇപ്പൊ വലിയ ഡോറ് അത് തുറക്കാൻ ശ്രമിക്കുകയാണ്. സാക്കുറ പറയും, നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ക്രൈമാണ്. അൻപു ബ്ലാക്ക് ഓപ്സ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കെതിരെ വലിയ ആക്ഷൻസ് എടുക്കും. അതിനവൻ പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫയൽ എടുത്ത് ആകാശി മാസ്റ്ററുടെ ഫോട്ടോ അത് കണ്ടുപിടിക്കണം. അതിന്റെ ഒരു ഫോട്ടോയും എടുത്ത് നമുക്ക് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവൻ ഫുൾ ഫോഴ്സില് ആ ഒരു ഡോർ തള്ളി തുറക്കും. ആ റൂമിൽ മുഴുവനാണെങ്കിൽ ഒരുപാട് ഫയൽസ്. അവരെല്ലാവരും ചേർന്ന് കാക്കാഷിയുടെ ഫയല് അത് അന്വേഷിക്കാൻ തുടങ്ങും. സുക്കയ്യ അവൻ കറക്റ്റായി കാക്കാഷിയുടെ ഫയൽ കണ്ടുപിടിക്കും. വാവ്, എനിക്ക് കിട്ടി, ഇതാണ് കാക്കാഷിയുടെ ഫയൽ എന്ന് പറഞ്ഞ് അവനത് ഓപ്പൺ ചെയ്ത് ഇപ്പൊ കാക്കാഷിയുടെ ഫോട്ടോ അത് പതിയെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡ് അൻപു ബ്ലാക്ക് ഓപ്സുകാര് നമ്മുടെ ആൾക്കാരെ റൗണ്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത തേർഡ് ഹോക്കാകെ അവരെ 4 പേരെയും ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് പണിഷ്മെന്റ് കൊടുത്ത് പുറത്തേക്ക് വിടും. ഇത്തവണയും നമ്മുടെ ആൾക്കാർക്ക് കാക്കാഷി മാസ്റ്ററുടെ ഫേസ് അത് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഉടനെ കാക്കാഷി ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നിങ്ങളല്ലാതെ ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ ഒപ്പിക്കുവോ? കാക്കാഷി സുക്കിയോട് ചോദിക്കും, നീ പഴയൊരു അൻപു ബ്ലാക്ക് ഓപ്സ് ടീം മെമ്പർ അല്ലേ? നീയും ഇവരുടെ കൂടെ കൂടി ഇതുപോലുള്ള കുസൃതിയൊക്കെ കാണിച്ചു തുടങ്ങിയോ? അതിനവൻ നാണം കെട്ട് തലയൊക്കെ ചൊറിഞ്ഞ് കാക്കാഷിയോട് പറയും, എനിക്ക് നിന്റെ ഫേസ് കാണണമെന്ന് ഇവരെ പോലെ തന്നെ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാനിതിന് കൂട്ടുനിന്നത്. അത്രയും പറഞ്ഞ് കാക്കാഷി മാസ്റ്റർ ആളവിടുന്ന് കടന്നു പോവും. ഉടനെ സുക്കിയ പറയും, ഇതിപ്പോ എനിക്കൊരു വാശിയാണ്. ഉറപ്പായിട്ടും കാക്കാഷിയുടെ ഫേസ് ഞാൻ റിവീൽ ചെയ്യും. അവൻ ഫുഡ് കഴിക്കുന്ന ടൈം എന്റെ ക്യാമറ ഉപയോഗിച്ച് അവന്റെ ഫോട്ടോ ഞാൻ എടുക്കും. എന്നിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാനത് കാണിച്ചു തരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത
ഇപ്പൊ നറൂട്ടോ അവൻ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വന്ന് നറൂട്ടോ കാക്കാഷി മാസ്റ്ററിന് ഇപ്പൊ ഒരു സ്നാക്സ് കഴിക്കാൻ തുടങ്ങും. മാസ്റ്ററിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരല്പമെങ്കിലും കഴിക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവ ക്യാമറ ഒക്കെ ആയി അങ്ങനെ ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ നൈസായി ആളുടെ മാസ്ക് റിമൂവ് ചെയ്ത് അത് കഴിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും കിബയും അക്കമരവും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. കിബ നറൂട്ടോട് സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പില് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ആ സ്നാക്സ് മുഴുവൻ തിന്നു തീർക്കും. നറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. കാരണം അവൻ കൊടുത്ത സ്നാക്സ് അത് കാക്കാഷി കഴിച്ചു. അവൻ ഓടി വന്ന് അവരെടുത്ത ഫോട്ടോ അത് ചെക്ക് ചെയ്യും. പക്ഷെ അതിൽ ഒരു ഫോട്ടോയിൽ പോലും കാക്കാഷിയുടെ ഫേസ് അത് പ്രോപ്പറായിട്ട് പതിഞ്ഞിട്ടുണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാക്കാഷി മാസ്റ്റർ ആളൊരു ബുക്കൊക്കെ വായിച്ച് അങ്ങനെ ഹായായിട്ട് നടക്കുകയാണ്. ഉടനെ ഹിനട്ട അവൾ ഓടി വന്ന് കാക്കാഷി മാസ്റ്ററിനോട് പറയും, കാക്കാഷി മാസ്റ്റർ, തൊട്ടപ്പുറത്ത് നദിയില് ഒരു പെൺകുട്ടി വീണു. അവൾ കഷ്ടപ്പെട്ട് ഞാൻ നദിക്കരയിലേക്ക് വലിച്ചു കയറ്റി. പക്ഷെ അവൾക്കാണെങ്കിൽ അനക്കമൊന്നുമില്ല. അവളുടെ ബോഡി അത് ഭയങ്കര ടയർഡാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് കാക്കാഷി മാസ്റ്റർ ആളിപ്പോ ഓടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളുടെ കൈയൊക്കെ പിടിച്ച് അവളെ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ആക്ച്വലി അത് പെൺകുട്ടിയല്ല, ആക്ച്വലി അത് റിയൽ പെൺകുട്ടിയല്ല, മറിച്ച് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാണ്. സാക്കുറ ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയുടെ ബോഡിയിലെ ചക്ര പവർ അത് മുഴുവൻ കൺട്രോൾ ചെയ്ത് അവനെ ഫുള്ളായി അങ്ങനെ സിക്കാക്കി കിടത്തിയിരിക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ ടെൻഷനായിട്ട് പറയും, അതെ, ഇവളിപ്പോ അപകടാവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കാക്കാഷി മാസ്റ്റർ അവളെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടും. ഹിനട്ടയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഫസ്റ്റ് പ്ലാൻ അത് അട്ടർ ഫെയിലിയർ ആയി പോയി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കാക്കാഷി ആൾ അവളെയും തൂക്കിയെടുത്ത് ഉഷാറായി സിറ്റിയിലൂടെ ഓടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ചോച്ചിയും ടീമും അവരിപ്പോ കാക്കാഷി മാസ്റ്റർ തടയാൻ റെഡിയായിട്ട് നിൽക്കും. കാക്കാഷി മാസ്റ്റർ ക്ലോസ് എത്തുമ്പോ ചോച്ചി അവനവന്റെ ബോഡി ബോള് പോലെ വീർപ്പിച്ച് മുകളിലേക്ക് എടുത്തു ചാടി താഴേക്ക് അടിച്ചു വീഴും. കാക്കാഷി മാസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇവൻ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണേ. അടുത്ത സെക്കൻഡ് ഷിനോ അവനിപ്പോ അവന്റെ ഇൻസെക്റ്റുകൾ വെച്ച് കാക്കാഷിയെ ലോക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്തൂടെ ഈനോ അവളുടെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അതുപയോഗിച്ച് കാക്കാഷിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കറക്റ്റ് സമയത്ത് ഒരു തവള അതുവഴി എടുത്തു ചാടും. അവളുടെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അത് കണക്ട് ആവുക ആ തവളയിലായിരിക്കും. അവസാനമായി ഷിക്കമരു അവന്റെ ഷാഡോ ജിപ്സ് വെച്ച് ഇപ്പോ കാക്കാഷി മാസ്റ്ററിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. കാക്കാഷി മാസ്റ്റർക്കാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. അത് കണ്ട് എല്ലാവരും ഹാപ്പിയായി ഇപ്പൊ കാക്കാഷി മാസ്റ്ററുടെ മുൻപിൽ വരും. ആക്ച്വലി ഇവരെല്ലാവരും ചേർന്ന് കാക്കാഷി മാസ്റ്ററുടെ ഫേസ് കാണാനാണ് ഇതൊക്കെ ഒപ്പിച്ചത്. സുക്കിയ ആണെങ്കിൽ വീണ്ടും അവന്റെ ക്യാമറയായിട്ട് റെഡിയാവും. ഷിക്കമരു ആണെങ്കിൽ കാക്കാഷി മാസ്റ്ററുടെ മാസ്ക് പതിയെ പതിയെ റിമൂവ് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നെജിയും റോക്ലിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വന്ന് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ ഒരു ഫൈറ്റിന്റെ ഇടയില് അവന്റെ ഷാഡോ ജിപ്സു അത് ബ്രേക്ക് ആവും. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യവും അവർ മനസ്സിലാക്കുക, അത് റിയൽ കാക്കാഷി മാസ്റ്റർ അല്ല, ആളുടെ വെറും ഒരു ഷാഡോ ക്ലൗൺ ആണ്. അവരാണെങ്കിൽ ഇപ്പൊ തോറ്റു തുന്നമ്പാടി തലയ്ക്ക് കൈ കൊടുത്തിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാക്കാഷി മാസ്റ്റർ, കിബ, ലീ, ടെൻടെൻ അവരെല്ലാവരും ഒരു ഭാഗത്ത് മറഞ്ഞു നിന്ന് നമ്മുടെ ആൾക്കാർ നോക്കുകയാണ്. ആക്ച്വലി നെജിയാണ് ഇവരുടെ പ്ലാൻ എല്ലാം തന്നെ കാക്കാഷി മാസ്റ്റർക്ക് പറഞ്ഞു കൊടുത്തത്. കാക്കാഷി മാസ്റ്റർ പറയും, താങ്ക് യു സോ മച്ച്, നിങ്ങൾ കാരണമാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. കുറച്ച് മിസ്സായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരെന്റെ ഫേസ് കണ്ടേനെ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സുക്കിയ അവൻ അങ്ങനെ നടന്ന് മൈഗയുടെ തൊട്ട് മുൻപിലെത്തും. മൈഗയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. മൈഗ ഉടനെ സുക്കിയെ നോക്കി ചിരിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ക്രോസായി നടന്നു പോകും. കട്ട് ചെയ്ത ആ സുക്കിയ അവനാണെങ്കിൽ അവന്റെ ഫേസ് മാസ്ക് അത് അഴിക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി അത് സുക്കിയല്ല, മറിച്ച് സുക്കിയുടെ വേഷത്തിൽ വന്ന സാക്ഷാൽ കാക്കാഷി മാസ്റ്റർ തന്നെയാണ്. കാക്കാഷി പതിയെ ആളുടെ ഫേസ് മാസ്കും ടാഗും എല്ലാം റിമൂവ് ചെയ്ത് ആളുടെ ഫേസ് കാണിക്കും. അങ്ങനെ കാക്കാഷി മാസ്റ്ററുടെ ഫേസ് കണ്ട സന്തോഷത്തിൽ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.